വിദ്യാസമ്പന്നരായ ഇന്ത്യൻ വംശജരുടെ ഭീകരവാദ ബന്ധം ദേശീയ കുറ്റാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും മതത്തിന്റെ മറവിൽ ജെയ്ഷെ ഭീകരന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് തടയേണ്ടവർ തടയുന്നില്ല എന്നും NIA അന്വേഷണത്തിൽ വ്യക്തമായി. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ 2 ജീവനക്കാരെ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. രോഹിത്, സാൻഡ്രി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ദുബായിൽ നടന്ന എയർ ഷോയിൽ ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനം തേജസ് തകർന്നു വീണതിൽ സേന അന്വേഷണം പ്രഖ്യാപിച്ചു. പൈലറ്റ് വിംഗ് കമാൻഡർ നമം സ്യാൽ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേന്ദ്രം SIR കടുപ്പിച്ചതോടെ രേഖകളില്ലാതെ നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശുകാരുൾപ്പെടെ തിരിച്ചു പോകുന്നതായി വാർത്തകൾ. SIRനെ എതിർക്കുന്നവർ നുഴഞ്ഞുകയറി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്ത് ADGP അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പരാമർശങ്ങൾ അനാവശ്യമാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, നാം ഓരോരുത്തരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ അതുല്യമായ കഴിവുകളോടെയാണ്. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഴിവുമില്ലാതെ ഒരു കുഞ്ഞു പോലും ഈ ലോകത്ത് ജനിക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോരുത്തരിലെയും കഴിവുകൾ വ്യത്യസ്തവുമായിരിക്കും. സഹോദരങ്ങളിൽ പോലും ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. ചിന്തിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ പ്രൊഫഷനിലെ പരാജയങ്ങൾക്കിടയിൽ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഞാൻ വഴിതെറ്റിയാണ് ഈ തൊഴിൽ മേഖലയിൽ എത്തിയതെന്ന്, എൻ്റെ കഴിവുകൾ മറ്റൊന്നിലായിരുന്നുവെന്ന്. പക്ഷേ നാം വൈകിപ്പോയിരിക്കുന്നു, അല്ലേ? തുടക്കം മുതൽ വഴിമാറി നടക്കാനായി ഇനി കഴിഞ്ഞ കാലത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് അസാധ്യമാണ് താനും. ജീവിതത്തിൽ പരമാവധി വിജയത്തിലെത്തുന്നത് ആരെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വന്തം കഴിവുകൾ വളരെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിനോട് യോജിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയും ലക്ഷ്യബോധത്തോടെ ഭാവിയിലേക്ക് നീങ്ങുന്നവരുമാണ് തീർച്ചയായും ഉന്നതങ്ങളിലെത്തുന്നത്. എന്നാൽ എത്ര പേർക്ക് സ്വന്തം കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ശരിയായ ലക്ഷ്യബോധമുണ്ട്? ദിനം പ്രതി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് 85% കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഭാവിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ആശയക്കുഴപ്പങ്ങളുമായി പകച്ചു നിൽക്കുന്നു എന്നതാണ് സത്യം. 85% പേർക്കും ഹൈസ്കൂൾ കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്ന് പോലും ധാരണയില്ല. ഈ ആശയക്കുഴപ്പം ജീവിത പരാജയത്തിന് പ്രധാനമായ കാരണവുമാകുന്നു. ഇവിടെയാണ് ഗ്ലോബൽ ഗേറ്റ്വേയുടെ ഏർലി ബ്രെയിൻ മാപ്പിങ്ങിന്റെ പ്രസക്തി. വളരെ നേരത്തെ തന്നെ കുട്ടികളുടെ കഴിവുകൾ, താല്പര്യങ്ങൾ, അവയെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥ സാധ്യതകൾ എന്നിവ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതല്ല പ്രധാനം, കുട്ടികൾക്ക് സ്വയം മനസ്സിലാകുന്നതും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നതുമാണ്. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രായത്തിനനുസരിച്ചുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ ടെസ്റ്റുകളിലൂടെയും ആശയവിനിമയത്തിലൂടെയും അവരുടെ ശൈലികൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ എന്നിവ ശാസ്ത്രീയമായി വിലയിരുത്തി അക്കാദമിക്, കരിയർ ഉൾക്കാഴ്ചകളും വ്യക്തിഗത മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിനുശേഷം ഗ്ലോബൽ ഗേറ്റ്വേയുടെ വിദഗ്ധരായ ഉപദേഷ്ടാക്കളും മനഃശാസ്ത്രജ്ഞരും അവരിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെ, മോട്ടിവേഷനിലൂടെ ശക്തമായൊരു ലക്ഷ്യബോധം സൃഷ്ടിക്കുന്നു. നമ്മുടെ അക്കാദമിക് സംസ്കാരത്തിൽ ഏർലി ബ്രെയിൻ മാപ്പിങ്ങിന് പ്രാധാന്യം നൽകാത്ത കാരണത്താൽ എത്ര കുട്ടികളുടെ ഭാവി പരാജയപ്പെടുന്നു. ഓരോ മേഖലയ്ക്കും എത്ര അനുഗ്രഹീതരായ പ്രതിഭകളെയാണ് നഷ്ടപ്പെടുന്നത്. കുട്ടികളെ അവർക്ക് യഥാർത്ഥത്തിൽ അഭിരുചിയുള്ള മേഖലയിൽ സ്വപ്നങ്ങൾ കാണുവാനും അധ്വാനിക്കുവാനും പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. സാധാരണ കരിയർ ഗൈഡൻസ് ആരംഭിക്കുന്നത് +2 ശേഷമാണ്. നമ്മുടെ കുട്ടികൾ വളരുന്ന ലോകം
എക്കാലത്തെക്കാളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്കൂൾ കുട്ടികളിൽ 85% പേരും ഇതുവരെ നിലവിലില്ലാത്ത മേഖലകളിലാണ് അവരുടെ ഭാവി കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ബ്രെയിൻ മാപ്പിങ്ങും വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടത്, 12ാം ക്ലാസ്സിന് ശേഷമല്ല. ഓരോ കുട്ടിയും ഈ ഭൂപടത്തിൽ ഒരു സ്ഥാനം അർഹിക്കുന്നു. ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്ക്, സാധ്യതയിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്കവരെ നയിക്കാം. കുട്ടികളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വിപ്ലവകരമായ സേവനം ഉപലബ്ധമാക്കുവാൻ ഗ്ലോബൽ ഗേറ്റ്വേ ശ്രമിക്കുന്നു. നിലവിൽ ഓൺലൈനായി ഈ സേവനം ആർക്കും തേടാവുന്നതാണ്. താല്പര്യമുള്ള മാതാപിതാക്കൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലൂടെ എൻക്വയറി ഫോം ഫിൽ ചെയ്യുക. ഈ സേവനം ഓഫ്ലൈനായി ലഭിക്കുന്ന സ്ഥലങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. യുവമോർച്ച എറണാകുളം ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കപ്പെടുന്നതായും ഭക്തർക്ക് ദർശനവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാകുന്നതായും റിപ്പോർട്ട്. വില്ലേജ് ന്യൂസ് ഇംപാക്ട്. കാര്യവട്ടം ക്യാമ്പസ് പരിസരത്ത് റെയിൽവേ മാലിന്യം തള്ളിയ കോൺട്രാക്ടർക്ക് കോർപ്പറേഷൻ 25,000 രൂപ പിഴ ചുമത്തി മാലിന്യം നീക്കാൻ നിർദ്ദേശം നൽകി. മാറനല്ലൂർ കണ്ടല അക്കാദമി ഓഫ് ഫാർമസി കോളേജിന് മുന്നിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികളിൽ 2 പേർ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. വാടക വീട് ഒഴിയാത്തതിന് പോലീസിൽ പരാതി നൽകിയ വീട്ടുടമയ്ക്ക് കൊട്ടേഷൻ. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് പാർവതി എന്ന 33കാരി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. തിരുവനന്തപുരം വിതുരയിൽ ഇസ്തിരിപ്പെട്ടിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. കോട്ടിയത്തറ മിത്രാനഗർ കിഷോർ ഭവനിൽ 57 വയസ്സുള്ള വിമലയാണ് മരിച്ചത്. വെട്ടുകാട് പള്ളി തിരുനാൾ ഉത്സവം നാളെ സമാപിക്കും. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനാകും. നടനും സംവിധായകനുമായ ബാലചന്ദ്രൻ മേനോൻ സിനിമാ ജീവിതത്തിൽ 50 ആണ്ട് തികയ്ക്കുന്നു. 1975 സിനിമാ പത്രപ്രവർത്തകനായി തുടങ്ങിയ മേനോന്റെ സിനിമാ ജീവിതം മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.